അതിൻ്റെ കാരണം പറയാം. അതായത് ദൈവത്തിനൊരു ക്രോധമുണ്ട്, ആ ക്രോധം വരും. അതിൻ്റെ കാരണം പറയാ, അവർ തങ്ങളുടെ അനീതിയിൽ സത്യത്തെ തളച്ചിടുന്നു. ഏതോ ഒരു സത്യത്തെ അവരെന്ത് ചെയ്യുന്നു? അവഗണിക്കുന്നു. അവർ അതിനെ നോക്കുന്നില്ല, അവർ അതിനെ മാറ്റി നിർത്തുന്നു. എന്നിട്ട് പറയുകയാണ്, ദൈവത്തെക്കുറിച്ച് അറിയാൻ കഴിയുന്നതൊക്കെ അവർക്ക് വ്യക്തമായി അറിയാം, ദൈവം അവയെല്ലാം അവർക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് മനുഷ്യനായ ഒരുവൻ ഈ ഭൂമിയിൽ വന്നാൽ ആ മനുഷ്യന് ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള കാര്യം അവന് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അടുത്ത വാക്യം വായിച്ചോ. ലോകസൃഷ്ടി മുതൽ ദൈവത്തിന്റെ അദൃശ്യ പ്രകൃതി, അതായത് അവിടുത്തെ അനന്തശക്തിയും ദൈവത്വവും സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി അറിഞ്ഞിട്ടുണ്ട്. ദൈവം തന്റെ സൃഷ്ടവസ്തുക്കളിൽ തന്നെ ഇതെല്ലാം സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ സ്ഥലത്ത് നമുക്കിപ്പോൾ ഒരു കുറച്ച് സ്ഥലമുണ്ടെന്ന് നോക്കിയാൽ നിറച്ചു മരങ്ങൾ നിൽക്കുക. നമ്മൾ പുതിയൊരു മരം നടാണെങ്കിൽ എവിടെ കൊണ്ടുനടും? ഈട്ടരുകത്ത് കൊണ്ടുനടും അല്ലേ? കാരണം അത് അപ്പുറത്തവൻ്റെ പറമ്പിൽ പോയി അവിടെ പോയി നിന്ന് കാക്കട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും.